നമസ്കാരം. ഇപ്പോൾ കിട്ടിയതിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വിശദമായ വാർത്തകളിലേക്കാണ്. ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടൻ MLA കൈവശമുള്ള അധിക ഭൂമി വീണ്ടും അളക്കും. അടുത്ത ആഴ്ച ഹെഡ് സർവേയുടെ നേതൃത്വത്തിൽ ഉടമകളുടെ സാന്നിധ്യത്തിലാണ് ഭൂമി അളക്കുക. നേരത്തെ അളന്നതിൽ പിശകുണ്ടെന്ന് ഉടമകൾ പരാതിപ്പെട്ടിരുന്നു. എബിൻ ജോസ് ഇടുക്കിയിൽ ചേർന്ന്. എബിൻ ജോസ്, ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട് 50 സെന്റ് ഭൂമി കയ്യേറിയതാണെന്ന് ഈ ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ സാക്ഷ്യപ്പെടുത്തിയതാണ്. ഇത് സംബന്ധിച്ച് ഇടുക്കി കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടികളും തുടങ്ങിയ ഘട്ടത്തിൽ വീണ്ടും ഒരു അളക്കലിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന്റെ പശ്ചാത്തലം എന്താണ്? എപ്പോഴാണ് അളക്കുന്നത്? അടുത്തയാഴ്ച അളക്കുന്നത് സംബന്ധിച്ച തീരുമാനമുണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും നേരത്തെ അളന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ ചില പിശകുണ്ടെന്ന് മാത്യു കുഴൽനാടൻ MLAയുടെ പാർട്ണറായ ടോം സാബു എന്നിവർ ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്നാണ് തഹസീൽദാർ പുതിയ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. റവന്യൂ വകുപ്പിന്റെ ഹെഡ് സർവേയുടെ നേതൃത്വത്തിൽ അടുത്തയാഴ്ച വീണ്ടും ഭൂമി അളക്കും. നേരത്തെ ഈ റിപ്പോർട്ട് അനുസരിച്ച് 50 സെന്റ് ഭൂമി അധികമായി ഉണ്ട്, പുറമ്പോക്ക് ഭൂമി ഇതിൽ എന്നായിരുന്നു കണ്ടെത്തൽ. ഇതിൽ മതിൽ നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ തേയിലക്കൃഷി ചെയ്തിട്ടുമുണ്ട് എന്നായിരുന്നു റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ടുള്ളത്. അതനുസരിച്ചാണ് നേരത്തെ അളന്നത്. എന്നാൽ ഇതിൽ പിശകുണ്ട് എന്നാണ് ഇപ്പോൾ ഭൂ ഉടമകൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഈ ഉടമകളുടെ സാന്നിധ്യത്തിൽ തന്നെ വീണ്ടും ഭൂമി അളക്കാൻ തീരുമാനമായിരിക്കുന്നത്. അടുത്തയാഴ്ച ഈ നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, വിജിലൻസിന്റെ കണ്ടെത്തൽ റവന്യൂ വകുപ്പ് നടത്തിയ അളക്കലിൽ ചെറിയ പിഴവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും അളയ്ക്കാൻ തീരുമാനമായിരിക്കുന്നത്. മാസപ്പടി വിവാദം വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന വാദത്തിൽ ഉറച്ച് മാത്യു കുഴൽനാടൻ. കോടതി ഇക്കാര്യം നേരിട്ട് അന്വേഷിക്കേണ്ടെന്നും കുഴൽനാടൻ വിജിലൻസ് കോടതിയെ അറിയിച്ചു. മാത്യുവിന്റെ ഹർജിയിൽ ഏപ്രിലിൽ വിജിലൻസ് കോടതി വിധി പറയും. ഷഫീദ് റാവർത്തർ തിരുവനന്തപുരത്ത് ചേരുന്നു. ഷഫീദ്, നേരത്തെ ഈ കേസ് വിജിലൻസ് കോടതിയിൽ എത്തിയപ്പോൾ ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നത് കൊണ്ട് വിജിലൻസ് അന്വേഷിക്കേണ്ട കാര്യമെന്ന് വിജിലൻസ് പറഞ്ഞിരുന്നു. പക്ഷേ വിജിലൻസ് തന്നെ അന്വേഷിക്കണമെന്ന് ഉറച്ചു നിൽക്കുകയാണോ മാത്യു കുഴൽനാടൻ? എന്താണ് വിശദാംശങ്ങൾ? എന്താണ് പശ്ചാത്തലം? സുഹൈലെ, മുഖ്യമന്ത്രിക്കും മകൾക്കും അതേപോലെ തന്നെ 7 പേർക്കും CMRL കമ്പനിക്ക് എതിരായിട്ടുള്ളതായിരുന്നു മാത്യു കുഴൽനാടന്റെ ഹർജി. അതായത് മാസപ്പടി വിവാദം അത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടതാണെന്നും മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങി എന്നുള്ളതുമായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, വിജിലൻസിൽ പരാതി നൽകിയിട്ടും വിജിലൻസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നില്ല എന്നുള്ളതോടുകൂടി മാത്യു കുഴൽനാടൻ ആ ഹർജിയിൽ ആരോപിച്ചിരുന്നു. അതിനുശേഷം ഈ ഹർജി പരിഗണിക്കുന്നതടക്കം സർക്കാരിന്റെ വിജിലൻസ് അഭിഭാഷകൻ കാര്യമായി എതിർത്തു. പ്രത്യേകിച്ച് ഹൈക്കോടതിയിൽ നടക്കുന്ന ഒരു കേസായതുകൊണ്ട് അത് നിലവിൽ ഇപ്പോൾ ഈ രീതിയിൽ പരിഗണിക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു ഇക്കാര്യത്തിലെ വിജിലൻസിന്റെ കോടതിയിലെ വാദം. ഇതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കെയാണ് വിജിലൻസ് കോടതി നേരിട്ട് കേസ് അന്വേഷിക്കേണ്ട നിലപാടിലേക്ക് മാത്യു കുഴൽനാടൻ കടന്നിരിക്കുന്നത്. ഒന്നുകിൽ വിജിലൻസ് കോടതിക്കോ അതല്ലെങ്കിൽ വിജിലൻസിനോട് അന്വേഷണം നടത്താനോ നിർദ്ദേശിക്കാനുള്ള സാധ്യതകളാണ് ഈ ഹർജിയുമായി ബന്ധപ്പെട്ടുള്ളത്. എന്നാൽ കോടതി ഏതെങ്കിലും തരത്തിൽ ഈ അന്വേഷണം നടത്തിയാൽ അതിലൊരു വൺ ടൈം തീർപ്പ്, ഒറ്റത്തവണ തീർപ്പിലേക്ക് കാര്യങ്ങൾ പോകും. ഇതടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കാം ഒരു പക്ഷേ വിജിലൻസ് കോടതി നേരിട്ട് അന്വേഷിക്കണമെന്ന നിലപാടിലേക്ക് ഇപ്പോൾ മാത്യു കുഴൽനാടൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇക്കാര്യം പ്രത്യേക ഹർജിയായി നൽകാൻ തിരുവനന്തപുരം വിജിലൻസ് കോടതി മാത്യു കുഴൽനാടന്റെ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നിലവിലെ ഹർജിയിൽ ഏപ്രിൽ മാസത്തിൽ ഉത്തരവ് പറയും. സുഹൈൽ. ശരി, മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് ഉറച്ചു നിൽക്കുകയാണ് മാത്യു കുഴൽനാടൻ MLA. വിജിലൻസ് കോടതി ഇക്കാര്യം അന്വേഷിച്ചാൽ പോരാ എന്ന് തന്നെയാണ് പറയുന്നത്. മറ്റു വാർത്തയിലേക്കാണ്. കാനറ ഫിഷ് ഫാർമേഴ്സ് റോയൽ ട്രാവൻകൂർ നിക്ഷേപ തട്ടിപ്പിലെ പ്രതി രാഹുൽ ചക്രപാണി പിടിയിൽ. കാസർഗോഡ് ബന്തെടുക്കയിൽ നിന്ന് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. അരുൺ പാറക്കൽ കാസർഗോഡ് ചേർന്നു. അരുൺ, ഈ തട്ടിപ്പ് എങ്ങനെയാണ്? എന്താണ് തട്ടിപ്പിന്റെ പശ്ചാത്തലം? സുഹൈലെ, കേരളത്തിൽ വ്യാപകമായി തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രതിക്കെതിരെ കണ്ണൂർ ജില്ലയിലും സമാനമായ കേസുണ്ട്. ഇപ്പോൾ കാനറ ഫിഷ് ഫാർമേഴ്സ്, റോയൽ ട്രാവൻകൂർ എന്നീ കമ്പനികളുടെ പേരിലാണ്, സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ പേരിലാണ് പ്രതി വ്യാപകമായി തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയുടെ പല ഭാഗങ്ങളും, പ്രത്യേകിച്ച് ഈ തീരദേശ മേഖല കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ കച്ചവടക്കാരെ കേന്ദ്രീകരിച്ചും ഇത് നിക്ഷേപ തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ കാസർഗോഡ് ബന്തെടുക്കയിൽ വെച്ചാണ് പ്രതിയെ നാട്ടുകാർ പിടികൂടിയത്. ബന്ധുവീട്ടിലായിരുന്നു. ബന്ധുവീട് വളഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പിടികൂടുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാസർഗോഡ് ടൗൺ സ്റ്റേഷനിലാണ്. ടൗൺ സ്റ്റേഷനിൽ പ്രതിയുണ്ട്. പ്രതിയുടെ അറസ്റ്റ് ഔദ്യോഗികമായി പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. FIR ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിക്ഷേപകർ നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് നിങ്ങളുടെ എത്ര രൂപ പോയത്? എൻ്റെ 1,04,000 എങ്ങനെയാണ് ഇതിന്റെ തട്ടിപ്പിന്റെ രീതി? തട്ടിപ്പ് എന്ന് വെച്ചാൽ ഇവര് ബാങ്ക് രീതിയിലാണ് ഇവരെ പ്രവർത്തനം എല്ലാം. പിന്നെ എല്ലാം ഡെയിലി അടക്കാം, എത്ര നമ്മൾക്ക് പണമുണ്ടോ ആ രീതിയിൽ അടക്കാമായിരുന്നു. അപ്പം എൻ്റെ ഇത് 89,000 പിഗ്മി കളക്ഷൻ ഉണ്ട്, എമൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ 5,000 പോലെ മാസത്തിൽ കുറി ഉണ്ടായിരുന്നു, അതൊരു 3 കുറി ഉണ്ട്. അങ്ങനെ 15,000 വെച്ചിട്ട് ടോട്ടൽ 1,04,000 എൻ്റെ തന്നെ ഉണ്ട്. അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു 4-5 ആൾക്കാരുണ്ട്. അതിലൊരു ഒരുത്തന്നെ 35,000, പിന്നെ ഒരു 10,000, ഒരു പെണ്ണുങ്ങളുടെ 5,000. പിന്നെ അതേപോലെ തീരെ മേഖലയിൽ വർക്ക്
വീടുള്ള ആൾക്കാരെ ചെറിയൊരു തുകയുള്ളൂ. എവിടെ നിന്ന് നിങ്ങൾ ഈ പ്രതിയെ പിടിച്ച് ബന്തെടുക്കുക. ഇവർ എങ്ങനെ അറിഞ്ഞ്? കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ വീട്ടിൻ്റെ അവിടെ. എങ്ങനെ അറിഞ്ഞ് പ്രതി അവിടെ ഉണ്ട്? അത് അവരെ വണ്ടീൻ്റെ നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു മുമ്പ് തന്നെ. അവൻ്റെ പെണ്ണിൻ്റെ പിന്നെ ചടങ്ങ് കാര്യത്തിൽ വീഡിയോയിൽ കാണുമ്പോൾ ഇവൻ്റെ വണ്ടീൻ്റെ നമ്പർ നമുക്ക് കിട്ടി. അതിനനുസരിച്ച് പരിശോധിച്ചാൽ നമുക്ക് കിട്ടി അവൻ്റെ സ്ഥലം, ലൊക്കേഷനും കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റി. സുഹൈൽ, ഈ പ്രതി കാസർഗോഡ് ഉണ്ടെന്ന് നാട്ടുകാർ വാഹന നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ പ്രതി വിവാഹം കഴിക്കാനിരിക്കുന്ന പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ടു. ആ ഫോട്ടോയിൽ കണ്ട വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ പ്രതിയെ ബന്ധുവീട്ടിൽ നിന്ന് എന്ന് കണ്ടെത്തിയത്. അമ്മ, നിങ്ങൾക്ക് എത്ര രൂപ നഷ്ടപ്പെട്ടത്? 1200. എങ്ങനെയാണ് നിങ്ങൾ ഈ പണം നിക്ഷേപിച്ച്? അത് അവർ കലക്ഷന് വരുന്നതന്നെ. അപ്പോൾ പറഞ്ഞു പൈസ നിങ്ങൾക്ക് ആവശ്യമുണ്ടാകുമ്പോൾ എടുക്കാന്ന് പറഞ്ഞു. കുറച്ച് പൈസ വെച്ചിന് ഞാൻ 2000 3000 ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നു. വയ്യ എനിക്ക് മനസ്സേ വരുന്നില്ല. അതേപോലെ ഞാൻ കുറേ ഇട്ടപ്പോൾ ബാങ്കിൽ പോയ പറഞ്ഞ് നാളെ വാ എന്ന് പറയുന്നവർ. അതിന് പോയിട്ട് മടിക്കുന്നു. ഇപ്പോൾ പിള്ളേ സ്കൂളിൽ പോകുന്ന കുട്ടികളെല്ലാം പട്ടിണി കിടന്നാണ് സ്കൂളിലെല്ലാം പോകുന്നത്. ചായയും ചോറില്ലാണ്ട് ഈ പൈസ എല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഇതാക്കിയത്. അയ്യപ്പനെ മല ചവിട്ടുമ്പോൾ ചവിട്ടിയാണ് ഈ പൈസ എല്ലാം വെച്ചത് അവരടുത്ത്. വയ്യ നോക്കുമ്പോൾ ഫോണിൽ വിളിക്കുമ്പോൾ അടുത്ത മാസം 5-ാം തീയതി 1-ാം തീയതി തരാമെന്ന് പറഞ്ഞു. അമ്മ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് ഈ ധനകാര്യ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചു? നമുക്ക് ഭർത്താവിന് ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ചെയ്തത്. അയാൾക്ക് അപ്പോഴും മരുന്ന് വാങ്ങും. അയാൾ എന്നെ നയിച്ചിട്ടാണ് ഇത് വെച്ചത്. അയാൾ ചോദിക്കുമ്പോൾ ഇവർ പറഞ്ഞ് നാളെ തരാം മറ്റന്ന് തരാമെന്ന്. അപ്പം ഞങ്ങൾ ബാങ്കിലും പോയി കളക്ഷൻ വന്ന പെണ്ണിനോടും കെട്ടി. എന്നിട്ട് അവർ പറഞ്ഞ് അവർ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഇത് ആണെങ്കിൽ എൻ്റെ തരില്ലായിരുന്നു. എന്ത് നീ വെച്ചിനെന്തിന് എനിക്ക് പൈസ തരുന്നില്ല, നീ ഒന്നും മേടിച്ചതാ ഞാൻ ഇവിടുന്ന് ഇത് കൊടുക്കാൻ വേണ്ടി. ഞാൻ 25 വെച്ചിനി, ഞാൻ 20 എടുത്തിന്. ബാക്കി 7500 രൂപ എനിക്ക് കിട്ടാനുണ്ട്. പണം ഇപ്പൊ തിരിച്ചു ലഭിക്കുന്നില്ല എന്നാണ്? കിട്ടുന്നില്ല. അവരെടുക്കുന്നില്ല. ഫോൺ വിളിച്ചിട്ട് കട്ടാക്കുന്നു. എടുക്കുന്നില്ല. കുറേ പ്രാവശ്യം വിളിച്ചു എടുക്കുന്നില്ല. കട്ടായിട്ട് എല്ലാം ശരിയാക്കൂ, ഈ ഫോട്ടോ കോപ്പി എടുക്കട്ടെ എല്ലാം എടുത്തിട്ട് കൊണ്ടുപോയി അവർ. എന്നിട്ട് ഞങ്ങൾക്കൊന്നുമില്ല. സുഹേലെ, ഇത് തന്നെയാണ് ഈ നിക്ഷേപകർ പറയുന്നത്. നിരവധി തവണ ഇവർ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഈ രാഹുൽ ചക്രപാണി MD ആണ്, ഈ ധനകാര്യ സ്ഥാപനങ്ങളുടെ MD ആണ്. ഇയാളെ നിരവധി തവണ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ഒരു കാരണവശാലും ഫോൺ എടുക്കുകയോ ഈ നിക്ഷേപകരോട് സംസാരിക്കാനോ പണം തിരിച്ചു കൊടുക്കാനോ തയ്യാറാവുന്നില്ല. സാധാരണപ്പെട്ട ആളുകളാണ്, കൂലിപ്പണിക്കാരുണ്ട്, തീരദേശ മേഖലയിൽപ്പെട്ട ആളുകളുണ്ട്, അതുപോലെ തന്നെ കച്ചവടക്കാരുണ്ട്. ഇവർ ദിവസേന തങ്ങൾക്ക് ലഭിക്കുന്ന കൂലിയാണ് ഇയാളുടെ കമ്പനിയിൽ, അതായത് ഈ രാഹുൽ ചക്രപാണിയുടെ ഈ ഒരു ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചത്. ഇത് തിരിച്ചു കിട്ടാൻ ഇപ്പോൾ യാതൊരു വിധത്തിലുള്ള വഴിയുമില്ലെന്നാണ് ഈ നിക്ഷേപർ അടക്കം പറയുന്നത്. സാധാരണക്കാരാണ് ദിവസക്കൂലി നിന്ന് ബാക്കി വെച്ച് മിച്ചം പിടിച്ചത് ചേർത്ത് വെച്ച തുക അത് തട്ടിയെടുത്ത് നിക്ഷേപ തട്ടിപ്പിലെ പ്രതിയെ നാട്ടുകാർ തന്നെ പിടികൂടിയിരിക്കുന്നു എന്ന വാർത്തയുടെ വിശദാംശങ്ങളാണ് അരുൺ പാറക്കൽ നൽകിയത്. കൂടുതൽ വാർത്തകളിലേക്ക് ചെറിയ ഇടവേളയ്ക്ക് ശേഷം. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ടിപ്പർ ലോറി ഇടിച്ച് ബൈക്ക് യാത്രികന് പരുക്ക്. കാട്ടാക്കട പൂവച്ചൽ റോഡിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽപ്പെട്ട തോട്ടുമുക്ക് സ്വദേശിയുടെ കാലിനാണ് പരിക്കേറ്റത്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് ചേർന്നു. അജീഷ്, വിനത്ത് അനന്തുവിന്റെ വിയോഗത്തിന്റെ ദുഃഖം വിട്ടൊഴിയുന്നില്ല. അപ്പോഴേക്കും വീണ്ടും അപകടമുണ്ടാകുന്നു. ടിപ്പർ ലോറികളെ നിയന്ത്രിക്കാൻ ആരുമില്ല. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുഹേൽ, ഇന്ന് ഉച്ചയ്ക്ക് 2:40 തിരുവനന്തപുരം കാട്ടാക്കടയിൽ സംഭവം. കാട്ടാക്കട പൂവച്ചൽ റോഡിലുള്ള നക്രാഞ്ചിറ എന്ന സ്ഥലത്താണ് ഈ അപകടം സംഭവിച്ചത്. 2 വാഹനങ്ങളും, ഈ ഒരു പൾസർ ബൈക്കാണ്, ഒപ്പം തന്നെ ഈ ടിപ്പറും കാട്ടാക്കടയിൽ നിന്ന് പൂവച്ചൽ ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ഇതിനിടയിൽ ഈ ബൈക്കിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത്. ഈ ബൈക്കുമായി ഈ ടിപ്പർ ലോറി ഏതാണ്ട് 20 മീറ്റർ വലിച്ചിടിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് ഈ കാലിനാണ് ഈ ബൈക്ക് യാത്രക്കാരൻ്റെ തോട്ടുമുക്ക് സ്വദേശിയാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത്. അദ്ദേഹത്തെ ഉടൻ തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഈ നക്രാഞ്ചിറയ്ക്ക് അടുത്തുള്ള ഒണങ്കോടം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ സ്ഥലത്ത് ഒരു മണ്ണെടുപ്പ് നടക്കുകയാണ്. ഇവിടത്തേക്ക് മണ്ണെടുക്കാനായി പോയ ലോറിയാണ് അപകടമുണ്ടാക്കിയത്. കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ മണ്ണെടുപ്പ് നടക്കുകയാണ്. ഈ ലോറി അമിത വേഗതയിൽ ഇതുവഴി പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതായി നാട്ടുകാർ പറയുന്നു. എന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരാഴ്ചക്കിടയിൽ ഉണ്ടാകുന്ന 3ാമത്തെ വാഹന അപകടമാണിത്. ഒരാഴ്ച മുന്നേ അനന്തു എന്ന 26-കാരൻ BDS 4ാം വർഷ വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടമായതും ഒരു ടിപ്പർ മൂലമായിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ തിരുവനന്തപുരം പനവളയിലും ഒരു സ്കൂൾ അധ്യാപകൻ്റെ ജീവൻ നഷ്ടമായതും ഒരു ടിപ്പർ അപകടം മൂലമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മറ്റൊരു ബൈക്ക് യാത്രികരിന് കൂടി ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ കാട്ടാക്കട പോലീസ് സ്ഥലത്തെത്തി ഈ ടിപ്പർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെയും, ഒപ്പം തന്നെ രാവിലെ 8 മണി മുതൽ 10 മണി വരെയും ഈ ടിപ്പറുകൾക്ക് യാത്ര വിലക്കുണ്ട്. കാരണം സ്കൂൾ സമയമാണ്. എന്തായാലും പല സമയങ്ങളിലും ഈ നഗരപ്രദേശങ്ങളിൽ ഈ 2 അപകടം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന വകുപ്പ് വ്യാപകമായി പരിശോധനയും
അതേപോലെ തന്നെ പരിശോധന നടത്തി വരുന്നുണ്ടായിരുന്നു. ഈ അമിതഭാരം കയറ്റി വരുന്ന ടിപ്പറുകൾക്ക് പിഴയടക്കം ചുമത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നടന്നത് തലസ്ഥാന ജില്ലയുടെ ഒരു മലയോര മേഖലയിലാണ്. ഇവിടെ പരിശോധനകൾ കാര്യക്ഷമമല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ടിപ്പർ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ പരിക്കേറ്റ യുവാവിൻ്റെ നില ഗുരുതരമായി തുടരുന്നു. കാലിനാണ് കൂടുതൽ പരിക്കേറ്റിട്ടുള്ളത്. ശരി, ടിപ്പറുകളുടെ ഓട്ടപ്പാച്ചിലുകൾ നിയന്ത്രിക്കാൻ മാനദണ്ഡമുണ്ടെങ്കിലും അതൊന്നും പ്രായോഗിക തലത്തിലില്ല, ആരും നിയന്ത്രിക്കാനില്ല. നേതാക്കളെയും പ്രവർത്തകരെയും പാർട്ടി ആസ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ലെന്ന് കാണിച്ച് ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ ചേരുന്നു. ബൽറാം, എന്താണ് വിവരങ്ങൾ? എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ പ്രവർത്തകരെ കടത്തിവിടാത്തതെന്നാണ് അവർ പറയുന്നത്? കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പാർട്ടി ആസ്ഥാനത്ത് നിന്നും BJP ആസ്ഥാനത്തേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു. ആ ഒരു മാർച്ചിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി പോലീസ് ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തിന് മുന്നിൽ ബാരിക്കേഡുകൾ നിരത്തി ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ശേഷം ഹാജരാക്കുന്ന കോടതി, റോസ് അവന്യൂ കോടതി സ്ഥിതി ചെയ്യുന്നതും ആം ആദ്മി പാർട്ടി ഓഫീസിന് സമീപമാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖല DDU മാർഗിലെ പലയിടങ്ങളിലായി പോലീസ് ബാരിക്കേഡുകൾ നിരത്തിയിട്ടുണ്ട്. പ്രതിഷേധ സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങൾ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ബാരിക്കേഡുകൾ നിരത്തി പോലീസ് പരിശോധന നടത്തുമ്പോൾ പാർട്ടി പ്രവർത്തകരെ പാർട്ടി ആസ്ഥാനത്തേക്ക് പ്രവേശിക്കാൻ പോലീസ് അനുവദിക്കുന്നില്ല എന്നും പാർട്ടി ആസ്ഥാനം ഡൽഹി പോലീസ് സീൽ ചെയ്ത സാഹചര്യമാണ് നിലവിലുള്ളത് എന്നും ഇത് ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയാണ്, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുന്നതിനെ ചോദ്യം ചെയ്തുമാണ് ആം ആദ്മി പാർട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിരിക്കുന്നത്. അതേസമയം ഡൽഹി പോലീസ് ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം ഈ മേഖലയിലെ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്തുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങൾ മാത്രമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നും ഈ മേഖലയിൽ എല്ലാം തന്നെ നിരോധനാജ്ഞ നിലവിലുണ്ട് എന്നുമാണ് ഡൽഹി പോലീസ് വിശദീകരിക്കുന്നത്. സുഹൈൽ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകളിലേക്ക് ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക്. നിറത്തിന്റെ പേരിൽ നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയ പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ 10 ദിവസത്തിനുള്ള റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിക്കാണ് നിർദ്ദേശം നൽകിയത്. സത്യഭാമ ജൂനിയറിനെതിരെ ലഭിച്ച പരാതികളിലാണ് നടപടി. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സലിം മാലിക്, വിവരങ്ങൾ. സലിം മാലിക്, ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതിന് പിന്നാലെ ഇത് SC/ST കമ്മീഷൻ വിഷയത്തിൽ ഇടപെടുന്നു. വിവരങ്ങൾ പറയും. സുഹൈൽ, പട്ടികജാതി പട്ടികവർഗ ഗോത്രവർഗ കമ്മീഷനാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുകയും എത്രയും വേഗത്തിൽ തന്നെ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് DGPക്ക് നേരിട്ട് പട്ടികജാതി പട്ടികവർഗ ഗോത്രവർഗ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ 10 ദിവസത്തിനുള്ളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട കാര്യം ഈ സത്യഭാമ നടത്തിയ പരാമർശം അത് ഏതെങ്കിലും ഒരു കലാകാരനെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതല്ല. അതിന് പകരം ഒരു ജാതി അധിക്ഷേപമാണ്. അത് ജാതിയുടെ പേരിൽ നടത്തിയ അധിക്ഷേപമാണ്, നിറത്തിൻ്റെ പേരിൽ നടത്തിയ അധിക്ഷേപമാണ്. ആ വിഷയത്തെ ഗൗരവത്തോടു കൂടി അന്വേഷിക്കണം എന്നുള്ളതാണ് പട്ടികജാതി പട്ടികവർഗ ഗോത്രവർഗ കമ്മീഷൻ്റെ ആവശ്യം. ആ നിലയിൽ തന്നെ വലിയ വിമർശനങ്ങൾ സമൂഹത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഉയരുകയും പോലീസ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ കമ്മീഷനുകൾ കൂടി ഈ വിഷയത്തിൽ ഇടപെടുകയും കേസെടുത്ത് അന്വേഷണം നടത്തുകയും ചെയ്യുന്നത്. ഇതോടുകൂടി സത്യഭാമയ്ക്ക് വലിയ നിലയിലുള്ള കുരുക്കിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയുമാണ്. സുഹൈൽ. സത്യഭാമയ്ക്കെതിരെ അന്വേഷണം നടത്തണമെന്ന് SC/ST കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇലക്ട്രൽ ബോണ്ട് ഇടപാടുകളിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കോൺഗ്രസ്. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തണം. പാർട്ടിക്ക് കിട്ടിയ സംഭാവനകളുടെ വിവരങ്ങൾ കൈമാറുമെന്നും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. നിതിൻ അംബുജൻ ചേർന്നതിൻ ഈ ഇലക്ട്രോൾ ബോണ്ടുമായി ബന്ധപ്പെട്ട് BJP അഴിമതി നടത്തിയെന്നും ഈ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന രീതിയിൽ ഇലക്ട്രോൾ ബോണ്ടിനെ ഉപയോഗപ്പെടുത്തിയെന്ന ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. ഇപ്പോൾ അന്വേഷണത്തിന് കൂടി കോൺഗ്രസ് അന്വേഷണത്തിൽ സഹകരിക്കുമെന്നടക്കം കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? സുഹൈൽ, ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസ് സമഗ്ര അന്വേഷണം വേണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സമിതിയെ രൂപീകരിച്ചുകൊണ്ട് തന്നെ അന്വേഷണം വേണമെന്നാണ് പറയുന്ന ഒരു ആവശ്യം. അതോടൊപ്പം തന്നെ ഈ ഇലക്ട്രൽ ബോണ്ടിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയത് BJP ആണ്. പല കമ്പനികളെയും BJP ഭീഷണിപ്പെടുത്തിയാണ് പണം വാങ്ങിയതെന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. നേരത്തെ അടക്കം ഈ കേന്ദ്ര ഏജൻസികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തിയാണ് ഇത്തരമൊരു ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയെന്നൊരു ആരോപണം നേരത്തെ കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു. സമാനമായി തന്നെ ഇപ്പോൾ അതൊരു സമഗ്ര അന്വേഷണം
അന്വേഷണം വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് ഇത്തരമൊരു അന്വേഷണം പ്രഖ്യാപിച്ചാൽ അതിനോട് കോൺഗ്രസ് പൂർണ്ണമായും സഹകരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് സ്വീകരിച്ച സംഭാവനകളുടെ വിവരങ്ങളും കൈമാറുമെന്നാണ് ഇപ്പോൾ ഇന്ന് ജയറാം രമേശ് വാർത്താസമ്മേളനം നടത്തി വ്യക്തമാക്കിയത്. ശരി, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട അഴിമതി വിവരങ്ങൾ എന്ന രീതിയിൽ ആം ആദ്മിയും ഇന്ന് നിരവധി ആരോപണങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. വിഴിഞ്ഞത്ത് അമിതഭാരം കയറ്റ ടിപ്പർ ലോറിയിൽ നിന്ന് കല്ല് തലയിൽ വീണ് മരിച്ച അനന്തുവിന്റെ കുടുംബത്തിന് 1 കോടി രൂപ നൽകുമെന്ന് അദാനി ഗ്രൂപ്പ്. അദാനി പോർട്ട് അധികൃതർ അനന്തുവിന്റെ വീട്ടിൽ നേരിട്ടെത്തി സഹായ വാഗ്ദാനം അറിയിച്ചു. അഖിൽഷാ അൻസാർ തിരുവനന്തപുരത്ത് ചേരുന്നു. അഖിൽഷാ, വിവരങ്ങൾ. വിഴിഞ്ഞം പോർട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് അമിതഭാരം കയറ്റ ടിപ്പർ ലോറിയിൽ നിന്ന് കല്ല് വീണ് അനന്തു എന്ന BDS വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. അനന്തുവിന്റെ കുടുംബത്തിന് 1 കോടി രൂപ നൽകുമെന്ന് ഇപ്പോൾ അദാനി ഗ്രൂപ്പ് അറിയിച്ചിരിക്കുന്നു. അഖിൽഷാ അൻസാർ ചേരുന്നു. അഖിൽഷാ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അനന്തുവിന്റെ മരണത്തെ തുടർന്ന് വിഴിഞ്ഞത്ത് വലിയ പ്രതിഷേധങ്ങൾ അടക്കം ഉണ്ടായതാണ്. ഇപ്പോൾ നഷ്ടപരിഹാരമായി അദാനി ഗ്രൂപ്പ് വരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുഹൈൽ, നമുക്കറിയുന്നത് പോലെ തന്നെ വലിയ പ്രതിഷേധങ്ങൾക്കിടയായ വലിയ വിവാദങ്ങൾക്കിടയായ സംഭവമാണ് വിഴിഞ്ഞത്ത് അദാനി പോർട്ടിലേക്ക് കൊണ്ടുപോയ ലോറിയിൽ നിന്ന് കല്ല് തെറിച്ചു വീണ് അനന്തു എന്ന യുവാവ് മരിക്കാനിടയാക്കിയ സംഭവം. അതിലാണിപ്പോൾ അദാനി ഗ്രൂപ്പിന്റെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഈ കുടുംബത്തിന് ഒരു സഹായ വാഗ്ദാനവുമായി ഈ അദാനി പോർട്ട് അധികൃതർ എത്തിയിരിക്കുന്നത്. ഈ അനന്തുവിന്റെ വീട്ടിൽ നേരിട്ടെത്തിയാണ് ഇത്തരത്തിൽ 1 കോടി രൂപ സഹായമായി നൽകാമെന്നുള്ള വിവരവും അറിയിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ കുടുംബം ഇതുവരെ മറ്റു കാര്യങ്ങളൊന്നും പ്രതികരിച്ചിട്ടില്ല. എന്തായാലും 1 കോടി രൂപ സഹായമായി നൽകാൻ അദാനി തയ്യാറാണെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി, അഖിൽഷാ അൻസാറാണ് തിരുവനന്തപുരത്ത് വന്ന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി നോക്കാം ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു. ഇനി 100 ന്യൂസുമായി ഗോകുൽ രവി ചേരും. നന്ദി.